ഹായ് ഫ്രണ്ട്സ്, ലോക്കൽ ട്രിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പശ്ചിമഘട്ടത്തിലെ പച്ചപ്പ് നിറഞ്ഞ വയനാട് പ്രകൃതിയുടെ സുന്ദര കാഴ്ചകൾ നിറഞ്ഞ മനോഹര ഭൂമി മാത്രമല്ല, തനി നാടൻ രുചികൾ വിളമ്പുന്ന രുചി ലോകം കൂടിയാണ്. വ്യത്യസ്ത കാഴ്ചകൾ നിറഞ്ഞ നിരവധി ഇടങ്ങൾ വയനാട്ടിലുണ്ട്. വെള്ളച്ചാട്ടം, ഹിൽ സ്റ്റേഷൻ, കാടിൻ്റെ സൗന്ദര്യം എന്നിങ്ങനെ ഏതു കോണുകളിൽ നിന്ന് നോക്കിയാലും വയനാടിന് ഒരു പ്രത്യേക സൗന്ദര്യമാണ്. മഴക്കാലത്തെ പ്രകൃതി കാഴ്ചകൾ കണ്ടും മതിമറക്കാൻ വയനാടിനോളം വരില്ല എവിടെയും. കോടമഞ്ഞും തടാകങ്ങളും താഴ്വാരങ്ങളും തിലകക്കുറിയായി ചരിത്ര സ്മാരകങ്ങളും തനിമ മാറാത്ത നാട്ടിൻപുറങ്ങളുടെ പച്ചപ്പും നിറഞ്ഞ വശ്യസുന്ദരമായ പ്രകൃതി. മുഖം മൂടി അണിഞ്ഞ ഫാൻറ്റത്തിൻ്റെ സാഹസിക കഥകൾ ലോക പ്രശസ്തമാണ്. ആ ഫാൻറ്റത്തിൻ്റെ പേരിൽ അതേ രൂപഭാവങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകൃതിദത്തമായ ഒരു പാറ വയനാട്ടിലുണ്ട്. മീനങ്ങാടി 54 നിന്ന് അമ്പലവയലിലേക്കുള്ള റൂട്ടിൽ നിന്ന് നോക്കത്ത ദൂരത്ത് നിലകൊള്ളുന്ന ഫാൻറ്റം റോക്ക്. പോകുന്ന യാത്രയിൽ ഈ വഴിയിലെ പല പോയിന്റുകളിൽ നിന്നും ഫാൻറ്റം റോക്കിൻ്റെ ഗാംഭീര്യം തുളുമ്പുന്ന ദൃശ്യം എല്ലാ തനിമയോടെയും കാണാനാവും. പാറക്കൂട്ടങ്ങളുടെ മനോഹരമായ 360 ഡിഗ്രി ചിത്രവും കാണാം. ഫാൻറ്റം എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന അകാര സൗഷ്ഠവവും മുഖരൂപവും വ്യക്തമായി കാണാനാവും. പാറയുടെ തൊട്ടടുത്തു നിന്ന് നോക്കുമ്പോൾ ഈ രൂപഭാവങ്ങൾ ഇത്ര തന്നെ വ്യക്തമായി കാണാനാവില്ല. ആയതിനാൽ വഴിയിൽ നിന്നുള്ള കാഴ്ച ആസ്വദിക്കണം. മെയിൻ റൂട്ടിൽ നിന്ന് 100 മീറ്ററോളം നടന്നാൽ ഫാൻറ്റം റോക്കിലെത്താം. ഉയർന്നു നിൽക്കുന്ന മലയുടെ മുകളിൽ പൊടുന്നനെ മാനത്തേക്ക് കുത്തനെ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു വലിയ പാറയാണിത്. മലയുടെ മുകളിലേക്ക് എടുത്തു വെച്ചതുപോലുള്ള കൂറ്റൻ നിർമ്മിതി. ഇവിടെ നിന്ന് നോക്കിയാൽ അകലെ അമ്പുകുത്തിമല, ചിങ്ങേരിപ്പാറ മുതലായവ കാണാം. പാറകൾക്കിടയിലെ വിടവിലൂടെ അകലേക്ക് നോക്കിക്കാണുന്ന ദൃശ്യവും അവാച്യമായ അനുഭവമാണ് പകരുക. തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്ന കാടിന് നടുവിലൂടെയുള്ള ഇടവഴി. ചെടികൾ വകഞ്ഞു മാറ്റി മുന്നോട്ടു പോകണം. അല്പദൂരം പോയാൽ തെളിഞ്ഞൊരു സ്ഥലത്തെത്തും. പിന്നെ അടുത്ത പരീക്ഷണം. ഇരുഭാഗത്തും അഗാധഗർത്തമായി കോർക്കുളങ്ങൾ, നടുവിലൂടെ നടപ്പാത. സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പ്. മിക്കവരും ഇവിടെ യാത്ര അവസാനിപ്പിക്കും. ഇവിടം കടന്നാൽ പിന്നെയും കാട്. ഫാൻറ്റം റോക്കിൻ്റെ അടുത്തെന്ന് തോന്നിക്കുന്നിടത്ത് വീണ്ടും പരീക്ഷണം. 20 അടിയോളം താഴ്ചയിലേക്ക് കുത്തനെ ഇറക്കമാണ്. മണ്ണിൽ വെട്ടിയുണ്ടാക്കിയ ചവിട്ടുപടികളിലൂടെ താഴേക്കിറങ്ങണം. ചിലർ വടി കുത്തിപ്പിടിച്ച് താഴേക്കിറങ്ങും. സാഹസിക സഞ്ചാരികൾ ഒഴികെയുള്ളവർ ഇവിടെ നിന്ന് ഫാൻറ്റം റോക്ക് കണ്ട് യാത്ര അവസാനിപ്പിക്കും. ഈ പാറയുടെ ചുറ്റുപാടിൽ മനോഹരമായ കാഴ്ചകളുണ്ട്. പ്രകൃതി രമണീയമായ ചുറ്റുപാടുകളുള്ള ഫാൻറ്റം റോക്ക് ട്രക്കിങ്ങിലും ക്യാമ്പിങ്ങിലും താൽപ്പര്യമുള്ള സഞ്ചാരികൾക്ക് സാധ്യമായ ഒരു സങ്കേതം പ്രാധാന്യം ചെയ്യുന്നു. സസ്യജാലങ്ങളും ഗ്രാനൈറ്റ് പാറകളും ഈ പ്രദേശത്തിൻ്റെ സവിശേഷതയാണ്. ട്രക്കിംഗ് ചെയ്യുന്നവരും ക്യാമ്പ് ചെയ്യുന്നവരും സ്വന്തം ഉപകരണങ്ങൾ കൈവശം വയ്ക്കണം. കാരണം ഈ പ്രവർത്തനങ്ങൾക്ക് ചെറിയ സഹായം മാത്രമേ നൽകൂ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിൻ്റെ ഫാൻറ്റം റോക്കിനെ വലയം ചെയ്യുന്ന ശാന്തമായ അന്തരീക്ഷം. ശാന്തവും ഏകാന്തതയും സാഹസികതയും ആഗ്രഹിക്കുന്ന സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു. കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും ആകർഷകമായ നിരവധി സൈറ്റുകൾ ഉണ്ടെങ്കിലും ധൈര്യശാലിയായ സഞ്ചാരി ഒരു യഥാർത്ഥ പരീക്ഷണം കണ്ടെത്തുന്നത് ഇവിടെയാണ്. പാറയുടെ കൊടുമുടിയിലേക്കുള്ള കയറ്റം കീഴടക്കുന്നത് വളരെയധികം സന്തോഷവും അഗാധമായ വിജയബോധവും നൽകുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതി ശക്തികളാൽ രൂപപ്പെട്ട ഒരു സവിശേഷ ഭൂഗർഭ രൂപീകരണമാണ് ഫാൻറ്റം റോക്ക്. കാലക്രമേണ കാറ്റും വെള്ളവും മൂലം മണ്ണൊലിച്ചുപോയ കരിങ്കലിൻ്റെ പല പാളികൾ കൊണ്ടാണ് ഈ പാറ നിർമ്മിച്ചിരിക്കുന്നത്.
പ്രാദേശിക ഭാഷയിൽ വാളിൻ്റെ ആകൃതിയിലുള്ള പാറ എന്നർത്ഥം വരുന്ന ചിങ്ങേരിമല എന്നും ഈ പാറക്കൂട്ടം അറിയപ്പെടുന്നു. പാറയുടെ ആകൃതിയെ മനുഷ്യൻ്റെ തലയോട്ടിയുമായി താരതമ്യപ്പെടുത്തി ഈ സാദൃശ്യമാണ് ഇതിന് ഫാൻറ്റം റോക്ക് എന്ന പേര് നൽകിയിരിക്കുന്നത്. എങ്ങനെ അവിടെ എത്തിച്ചേരാം? വയനാട് ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് അമ്പലവയലിലാണ് ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഏകദേശം 110 കിലോമീറ്റർ അകലെ കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ടാക്സികളിലും ബസ്സുകളിലും എത്തിച്ചേരാം. വയനാട്ടിലെത്തിയാൽ ഫാൻറ്റം റോക്കിലെത്താൻ ഏറ്റവും സൗകര്യപ്രദമായത് ബസ്സാണ്. അമ്പലവയലിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പാറ. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാം. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഫാൻറ്റം റോക്ക് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. തെളിഞ്ഞ ആകാശം ഈ കാലയളവിൽ ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിച്ചു. മാർച്ച് മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്ന വേനൽക്കാല മാസങ്ങൾ ചൂടും ഈർപ്പവുമാണ്. താപനില 35 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന മൺസൂൺ ഇടയ്ക്കിടെയുള്ള ഇടിമിന്നലുകളും കാര്യമായ മഴയും നൽകുന്നു. ഇത് നനഞ്ഞതും മഴയുള്ളതുമായ അന്തരീക്ഷത്തിലേക്ക് ചേർക്കുന്നു. വയനാട്ടിലെ ഫാൻറ്റം റോക്കിന് സമീപം തീർച്ചയായും സന്ദർശിക്കേണ്ട മറ്റു പ്രധാന ആകർഷണങ്ങൾ. ഫാൻറ്റം റോക്കിന് അപ്പുറം ചുറ്റുമുള്ള പ്രദേശത്തിന് പരിവേഷണം ചെയ്യേണ്ട ആകർഷകമായ നിരവധി സൈറ്റുകളുണ്ട്. ശ്രദ്ധേയമായ ചില തിരഞ്ഞെടുപ്പുകൾ ഇതാ. എടയ്ക്കൽ ഗുഹകൾ. ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ഉൾക്കാഴ്ചകൾ പ്രാധാന്യം ചെയ്യുന്ന അതിമനോഹരമായ റോക്ക് ആർട്ട് ഈ ഗുഹകളിലുണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം. വെള്ളരിമല പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പ്രകൃതി വിസ്മയം പച്ചപ്പ് നിറഞ്ഞ മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ബാണാസുര സാഗർ അണക്കെട്ട്. രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായി ഈ ബൃഹത്തായ നിർമ്മാണം ഈ പ്രദേശത്തിന് ജലസേചനവും വൈദ്യുതിയും നൽകുന്നു. ഫാൻറ്റം റോക്കിലേക്കുള്ള നിങ്ങളുടെ സന്ദർശനം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ചില നുറുങ്ങുകളിതാ. സുഖകരമായ വസ്ത്രം ധരിക്കുക. നടത്തത്തിനും ട്രക്കിങ്ങിനും അനുയോജ്യമായ ഷൂസ് തിരഞ്ഞെടുക്കുക. കാരണം പരിവേഷണത്തിന് രണ്ടും ആവശ്യമായി വരും. സൗന്ദര്യം റെക്കോർഡ് ചെയ്യാൻ ക്യാമറ കയ്യിൽ കരുതുക. ആവശ്യത്തിന് പാനീയം കൊണ്ടുവരിക. പ്രത്യേകിച്ച് അന്തരീക്ഷം ചൂടും ഈർപ്പവും ഉള്ളതിനാൽ. പ്രാദേശിക ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിന്തുടരുക. മാലിന്യം ഇടുകയോ ദോഷം സൃഷ്ടിക്കുകയോ ചെയ്യാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സഹായിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.